ഗുഡ് ഈവനിങ് യൂട്യൂബ് ആൻഡ് വെൽക്കം ടു മോട്ടോസി ഡ്രൈവ്. നമ്മൾ ഇന്നത്തെ എനിക്ക് കുറച്ച് സങ്കടമുള്ള ദിവസമാണ് കേട്ടോ. സങ്കടം വെച്ചാൽ 2-3 ദിവസമായി ഞാൻ എൻ്റെ ഡ്യൂക്ക് 390 അങ്ങനെ കൊടുത്തു. കാരണം ഒന്നാമത്തെ കാര്യം, കുറച്ച് സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, ഇപ്പം നിഞ്ച 60യുടെ ഇൻഷുറൻസ് എടുക്കണം, ഡ്യൂക്ക് 390 ഇൻഷുറൻസ് എടുക്കണം, ഇൻട്രൂഡിൻ്റെ ഇൻഷുറൻസ് എടുക്കണം. ഈ മൂന്നും കൂടെ ഇൻഷുറൻസ് എടുത്ത് വരുമ്പോൾ തന്നെ ബൈക്ക് സെക്ഷൻ തന്നെ ഇൻഷുറൻസ് എടുത്ത് വരുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാമ്പത്തികപരമായി ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും 390 ഇപ്പോൾ ഞാൻ പഴയ പോലെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഡ്യൂക്കാണ്, അതിന് മെയിൻ്റനൻസ് ഉണ്ട്. ABS-ന് നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ABS-ന് മോട്ടറിന് കംപ്ലയിൻറ്റ് വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ ABS മോട്ടറിന് കംപ്ലയിൻറ്റ് വരും. പിന്നെ ഞാൻ കുറേ കേട്ടു, മറ്റേ ടൈമിങ് ചെയിന് ഇങ്ങനെ സ്റ്റിക്കിങ് എന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടല്ലോ, ടൈമിങ് ചെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും. അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്ന് ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് എന്തായാലും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ എൻ്റെ 390 കൊടുത്തു. 4-5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇന്നേ വരെ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒരു ദിവസം പോലും ഒരു സിംഗിൾ കംപ്ലയിൻറ്റ് പോലും കാണിക്കാത്തൊരു ബൈക്കായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ബൈക്ക് തന്നെയായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം 2-3 ഇൻസ്റ്റൻസസിൽ ലോങ് ഒക്കെ പോയി നല്ല ഒരു ഹൈ റേഞ്ച് കയറ്റമൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം 1-2 പ്രാവശ്യം എനിക്ക് കൂളൻ്റ് അടിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. ആ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് കൂളൻ്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്രോബ്ലം ഒഴിച്ചാൽ എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ അപ്പുറത്തുള്ള ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഓയിൽ മാറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആ എഞ്ചിൻ്റെ അടിയിൽ നിന്ന് മൊത്തത്തിൽ ഓയിൽ ലീക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അത് പിന്നെ ഞാൻ ഷോറൂമിൽ തന്നെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. വേറെ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ 2 വർഷം കൂടുമ്പോഴേ ഞാൻ അതിൻ്റെ ABS-ൻ്റെ ഫുള്ള് ബ്രേക്ക് ഫ്ലൂയിഡ് മൊത്തം കളഞ്ഞിട്ട് പുതിയ റീഫിൽ ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ 6000 കിലോമീറ്റർ മാക്സിമം ഞാൻ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഞാൻ എപ്പോഴും എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം മോട്യൂള് ഞാൻ ആ പാടെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് GS കാൽടെക്സിൻ്റെ ഓയിലാണ്. പിന്നെ കാസ്ട്രോൾ പവർ 1 സൂപ്പർ ബൈക്കും. ഈ 2 ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. പിന്നെ ആദ്യം എടുത്തപ്പം സീറ്റുകളൊക്കെ ഭയങ്കര മരത്തടി പോലെ ആയിരുന്നെങ്കിൽ ഞാനത് കുറച്ച് ജെൽ പാഡിങ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലോങ് ഒക്കെ ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ നെല്ലിയാമ്പതിയും മൂന്നാറൊക്കെ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. നെല്ലിയാമ്പതി, മൂന്നാർ, പിന്നെ ഇടുക്കി, കോയമ്പത്തൂർ എല്ലാം നമ്മുടെ 390 തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പം പുള്ളി എനിക്കൊരു നല്ലൊരു കൂട്ടുകാരനായിരുന്നു. നമ്മൾ ഒരിക്കലും ചതിക്കാത്തൊരു കൂട്ടുകാരനായിരുന്നു. കാരണം ഒരു സിംഗിൾ കംപ്ലയിൻറ്റ് പോലും എനിക്ക് ഇതുവരെ വരാത്തൊരു വണ്ടിയായിരുന്നു. KTM പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒട്ടും റിലയബിൾ ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു കേസ് വേറെയാണ്. എനിക്കൊരു റിലയബിലിറ്റി ഇഷ്യൂസും വന്നിട്ടില്ല. ടച്ച് വുഡ് ആയിരുന്നു. ഒരു കംപ്ലയിൻസും ഇല്ലാത്തൊരു എഞ്ചിനായിരുന്നു, ഒരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് എന്തായാലും അവനെ കൊടുത്തു. ഇനിയിപ്പം ഞാൻ കൊടുക്കാനുള്ള വേറൊരു റീസൺ എന്ന് വെച്ചാൽ, എൻ്റെ നിഞ്ച 60 ഉണ്ട്. അത് നമ്മളിപ്പം ഇത് 2 കൂടെ ഓടിക്കേണ്ടതുകൊണ്ട് ഇപ്പം അനിയനില്ല ഇവിടെ. അപ്പം ഞാൻ തന്നെ വേണം ഈ ബൈക്കുകളെല്ലാം ഓടിക്കാൻ. അപ്പം എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ നിഞ്ച 60-ക്കകത്ത് ഒരു 9 മുന്നിൽ വയറെന്തോ കട്ട് ചെയ്ത് ഇപ്പം അത് ഓണാവുന്നില്ല. അപ്പോൾ അതൊന്ന് കൊണ്ട് കാണിക്കണം, അതൊന്ന് ശരിയാക്കണം. എന്തായാലും നിഞ്ച എന്തായാലും കൊണ്ട് സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു തുക വരും. അപ്പം നമ്മളത് പ്രതീക്ഷ വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം 390 ഞാൻ നോക്കിയിട്ട് ഇവിടെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിരുന്നത്. കാരണം ഏകദേശം നിഞ്ച 60-ക്ക് എനിക്ക് ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക് ഒരു 23 മൈലേജ് കിട്ടും. 390-ക്ക് ഒരു 28 മാക്സിമം ആണ്. ആ റേഞ്ച് മൈലേജ് കിട്ടും. അപ്പം രണ്ടുമായിട്ട് നോക്കുവാണെങ്കിൽ കോസ്റ്റ് നോക്കുവാണെങ്കിൽ എനിക്ക് വലിയ വ്യത്യാസമില്ല. പിന്നെ ആകെപ്പാടെ കോസ്റ്റ് എനിക്ക് ലാഭമുള്ളതെന്ന് വെച്ചാൽ കാവസാക്കിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാഭമുള്ളതെന്ന് വെച്ചാൽ, കാവസാക്കിക്ക് സ്പെയറിന് മുടിഞ്ഞ വിലയുമാണ്. നമ്മളൊരു 10-20 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം അത് വരാനായിട്ട്. KTM-ൻ്റെ ആണ് അപ്പുറത്ത് ഷോറൂം ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈക്കിൻ്റെയൊക്കെ ആയിട്ട് മാറ്റിയിടാൻ പറ്റും. എൻ്റെ ഫ്യൂൽ ക്യാപ്പ് റോഡിൽ വെച്ച്, അതായത് ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ ഫ്യൂൽ ക്യാപ്പ് മൊത്തത്തിൽ പൊളിഞ്ഞ്, അതായത് മറ്റേ സ്ക്രൂ ഇടുന്ന സംഭവം മൊത്തം ഒടിഞ്ഞ് കൈ വന്നു. സ്ക്രൂ അല്ല, താക്കോലിടുന്ന ഹോള് ഒടിഞ്ഞ് കൈ വന്നു. ഒന്നും നോക്കിയില്ല. നേരെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു 220 സ്യൂട്ടാവും. നേരെ പോയി 220 മേടിച്ചിട്ടപ്പോഴത്തേക്കും സംഭവം വർക്കായി. ആ ഒരു രീതിയിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഹൈ കപ്പാസിറ്റി ബൈക്കാണ് ഡ്യൂക്ക് 390 BS3 പ്രത്യേകിച്ച്. കാരണം എല്ലാ പാർട്സും ഓൾമോസ്റ്റ് പൾസറുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും സങ്കടമുണ്ട്. പക്ഷേ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തല്ലേ പറ്റൂ. നമ്മളത് വെച്ചിരുന്ന് അത് ഞാനായിട്ട് തന്നെ ഇപ്പോൾ ആ എലിക്കുട്ടൻ ഇവിടെ നടപ്പുണ്ട്. ഇനി അവനായിട്ട് ഇനി അത് നശിപ്പിച്ച് കുളവാക്കുന്നതിനേക്കാളും നല്ല കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പം
എനിക്കിനി 390 ഇല്ല, ഡ്യൂക്ക് 390 ഇല്ല. അപ്പം അതില്ലാത്തൊരു ഇവനെ കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ സങ്കടം വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൈ റേഞ്ചൊക്കെ പോകുമ്പം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നമ്മൾ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും മണ്ടയ്ക്കുള്ള കയറ്റം ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ട് കയറ്റണമെങ്കിൽ ഇവനാകുമ്പോൾ നേരെ കൊണ്ടൊരു യൂണിക്കോൺ പാർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് സ്റ്റാൻഡ് തട്ടി സൈഡ് വെച്ചിട്ട് പോകാൻ പറ്റും. നിഞ്ചയൊന്നും അങ്ങനത്തെ ഒരു സംഭവമില്ല. നിഞ്ചയൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മൾ വല്ലയിടത്തൊക്കെ കൊണ്ടൊക്കെ പാർക്ക് ചെയ്യണം. ആ ഒരു വ്യത്യാസമാണ് എനിക്ക് ഏറ്റവും പിന്നെ എടുത്ത് മാറ്റാനും പൊക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം ആ പടം 153 കിലോ ഡ്രൈ വെയിറ്റ് വരുന്നുള്ളൂ. അത് ഭയങ്കര ഒരു രസമുള്ള കാര്യം തന്നെയായിരുന്നു. മുടിഞ്ഞ പവറുമാണ്, നല്ല പവറുമാണ്. നമുക്ക് ഏതൊരു വലിയ ബിഗ് ബൈക്കിൻ്റെ ഒക്കെ ക്ലാസ്സിലും ഞാൻ പൊട്ടിക്കും എന്നല്ല പറയുന്നത്, നമുക്ക് ഒപ്പം പിടിച്ച് ആ ഒരു ട്രിപ്പിന് പോവാം. ഒരു പുള്ളി വലുതായിട്ട് ബാക്കിലോട്ട് പോകത്തില്ല. ഇപ്പോൾ ഒരു നമ്മുടെ R6 അല്ലെങ്കിൽ നമ്മുടെ ഡെയ്റ്റോണയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഡെയ്റ്റോണയായിട്ടൊക്കെ ഒന്ന് കണ്ടു പോവാം. നമ്മൾ നോർമൽ ഒരു ബൈക്കാണെങ്കിൽ അത് പറ്റത്തില്ല. ഇത് എത്ര മണിക്കൂർ വേണമെങ്കിലും പുള്ളി ടോപ്പ് സ്പീഡിൽ പോയിക്കോളും. ഡ്യൂക്ക് 390 പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് നമുക്ക് ലോ സ്പീഡിൽ ഷോർട്ട്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരു 30 കിലോമീറ്റർ താഴെ നല്ല ഇരപ്പും നല്ല വൈബ്രേഷനാണ്. വണ്ടി എത്ര ടോപ്പ് കയറുന്നോ അതനുസരിച്ച് വണ്ടി സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കും. ഒരു 100 പ്ലസ് ഒക്കെ 100 പ്ലസ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയൊരു ബൈക്കായിരുന്നു. എന്തായാലും ലോങ് ലീവ് ഡ്യൂക്ക് 390. ഞാനപ്പം പറഞ്ഞിട്ടൊക്കെയാണ് കൊടുത്തത്. എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റും തോന്നുന്നു. നമുക്ക് കാണാൻ പറ്റട്ടെ. എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.